എൻ്റെ പേര് സോഫി. ഞാൻ സെൻറ് ആൻറ്റണീസ് ചർച്ച് എളവൂർ ഇടവാങ്കാമാണ്. എനിക്ക് കിട്ടിയ രോഗസൗഖ്യം സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ഥലം എളവൂർ അങ്കമാലി. സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 2024 ഒക്ടോബർ 20 മുതൽ 25 വരെയുള്ള താമസിച്ചുള്ള ധ്യാനത്തിന് ഇവിടെ വന്നിരുന്നു. വരുന്ന സമയത്ത് എനിക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കർമ്മല മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കയറാൻ പോലും എനിക്ക് സാധ്യമല്ലായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാനിവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു 90 ദിവസം അത്ഭുത ജപമാല കൂടണമെന്ന്. അത് ഞാൻ കൂടാതെ കൗൺസിലിംഗ് ബ്രദർ പറഞ്ഞു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, പൂർണ്ണ സൗഖ്യം കിട്ടും, വിദേശത്ത് പോയി കുഞ്ഞിനെ പരിചരിക്കാൻ വരെയുള്ള അനുഗ്രഹമുണ്ടെന്ന്. അത് അർത്ഥവത്തമായി ഞാനിപ്പോൾ ഈ ജൂണിൽ അയർലൻഡിൽ പോയി മകൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷിച്ചു തിരിച്ചു വന്നു. ഇതുവരെ എനിക്ക് ഒരു രോഗവുമില്ല, വേദനയുമില്ല, എല്ലാം തീർത്തു മാറി. കൂടാതെ വളരെയധികം അനുഗ്രഹങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഭൂതോച്ചാടന വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഉത്തരീയം ധരിച്ചതിൻ്റെ പേരിൽ വളരെ പല പ്രാവശ്യമുള്ള വീഴ്ചയിൽ നിന്നും ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ അമ്മയ്ക്കും 1000 വിശുദ്ധ അന്തോണീസ് പുണ്യവാളിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി. യേശുവേ സ്വസ്ഥം. ചേച്ചിക്ക് എന്തായിരുന്നു രോഗം? ആർത്രൈറ്റിസ്, സ്പോണ്ടിലോ ആർത്രൈറ്റിസിന്റെ രോഗം. അനങ്ങാൻ പറ്റില്ലായിരുന്നു എനിക്ക്. ഞാൻ ജോയിന്റുകളാണോ? ജോയിന്റും ബെഡിൽ നിന്ന് എനിക്ക് അനങ്ങാൻ പറ്റില്ലായിരുന്നു. എത്ര നാളായിട്ടുണ്ടായിരുന്നു? 9 മാസം കിടപ്പായിരുന്നു. ഞാൻ മരുന്നൊക്കെ കഴിച്ചിരുന്നു, പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അല്ലെ? കാര്യമായിട്ട് കുറെ ആയുർവേദങ്ങളൊക്കെ ചെയ്തു. അതിൽ നിന്നൊക്കെ അപ്പോഴാണ് ഇവിടെ താമസമുള്ള ധ്യാനത്തിന് വന്നത് അല്ലേ? അപ്പൊ ഞാൻ അത്ഭുത ജപമാല കൂടുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വരാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല. ഒക്ടോബറിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അനിയത്തിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. തന്നെ വരെ എനിക്ക് സാധ്യമല്ലായിരുന്നു. ഇവിടുന്ന് ശേഷം ധ്യാനം കഴിഞ്ഞ് പോയതിനു ശേഷം അത്ഭുത ജപമാല അച്ഛൻ പറഞ്ഞ കണ്ടുകൊണ്ടിരുന്നു. കണ്ടുകൊണ്ട് എങ്ങനെയോ പിന്നെ അങ്ങനെ കുറഞ്ഞില്ലാണ്ടായില്ലേ? അത് 8 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരുവിധം സൗഖ്യമായി. നവംബറിൽ എനിക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചു. നവംബർ 1, 2, 9 ദിവസം എനിക്ക് സിംതേരി പോകണമെന്നൊരു നിയോഗം ഉണ്ടായിരുന്നു. അതും സാധിച്ചു തന്നു. ഒറ്റ ദിവസം കൂടി എനിക്കത് സാധിച്ചു തന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ. നന്ദി പറഞ്ഞേ.